ഒരിക്കലൊരു കഥയുണ്ട്. രണ്ട് വാച്ച് റിപ്പയർമാർ, അവർ വലിയ ഫ്രണ്ട്സായിരുന്നു കേട്ടോ. അവർ കണ്ണുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, കണ്ണുകൊണ്ട്. അപ്പോൾ വാച്ച് റിപ്പയർമാർ ഇങ്ങനെ അവർ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെയാണ്. അപ്പോൾ അപ്പം ഈ മനുഷ്യൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റേ മനുഷ്യൻ പക്ഷേ പ്രാർത്ഥിക്കത്തില്ല, പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും ആർക്കും ദോഷം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാൾ ആർക്കും ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് സാധാരണക്കാരനായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അപ്പം ഇവന് ആ സാധാരണക്കാരനായി ജീവിച്ചു പോകുന്നവന് നല്ല നല്ല വെച്ചടിക്ക് എന്നുവെച്ചാൽ അയാൾക്ക് ഒരുപാട് കൂടുതൽ നന്മകളൊക്കെ കിട്ടാൻ തുടങ്ങി. മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി, സ്ഥലം വാങ്ങിച്ചു, വണ്ടി വാങ്ങിച്ചു. അപ്പം ഇയാൾക്ക് ഭയങ്കര കുശുമ്പായി. ദൈവമേ, ഞാനും ഈ സെയിം ഇതിനകത്തല്ലേ. പക്ഷെ അവനാണ് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ എനിക്കെന്താണ് വെച്ചടി കയറ്റമൊന്നും വരാതെ, ഞാൻ എന്നും ഒരുപോലെ. അപ്പം നമ്മളെ എന്നാ ദൈവം കടാക്ഷിക്കാത്ത എന്ന് ചോദിച്ച് അങ്ങനെ ഒരു കുശുമ്പ് തോന്നി അയാളുടെ മനസ്സിൽ. അപ്പോൾ ആ രാത്രി അദ്ദേഹം ഇരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് മാത്രമല്ല ഇങ്ങനെ യാതൊരു പുരോഗതിയുമില്ലാതെ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു ഓക്കെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്? പക്ഷെങ്കിൽ നീ എന്ത് ചോദിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഞാൻ മറ്റേ വാച്ചുകാരന് കൊടുക്കും. അപ്പോൾ അയാൾ ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ഓർത്തു, ഇയാൾക്കിപ്പോൾ 2 കണ്ണുണ്ട് അല്ലേ, 2 കണ്ണുണ്ട്, അയാൾക്കും 2 കണ്ണുണ്ട്. അപ്പോൾ അവൻ ഇരട്ടി കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ദൈവമേ, എൻ്റെ കണ്ണിനെ അന്ധനാക്കണേ. അപ്പോൾ അയാൾ വിചാരിച്ചു, ഒരു കണ്ണന്ധനായാലും എനിക്ക് മറ്റേ കണ്ണുകൊണ്ട് വാച്ച് പണിയാം. അപ്പോൾ ഇയാൾ വിചാരിച്ചു, അതിന് ദൈവം പറഞ്ഞത് എന്താണ്, നീ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഇരട്ടി ഞാൻ മറ്റേ ആൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ വിചാരിച്ചു, ഇത് തന്നെ നല്ലൊരു അവസരം, എൻ്റെ ഒരു കണ്ണ് അന്ധനാക്കണേ എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്താ മനസ്സിൽ വിചാരിച്ചേ, മറ്റേ ആളിൻ്റെ 2 കണ്ണും അന്ധരാവും. എന്ത് ചോദിച്ചാൽ ഇരട്ടി കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 2 കണ്ണും അന്ധനാവും. അപ്പോൾ അവന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവന് താഴോട്ട് താഴ്ന്നു പൊക്കോളും എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയ മനുഷ്യരുടെ കാര്യം നോക്കി. ഇതൊരു കഥയാണെങ്കിലും അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളൊത്തിരി സ്വാർത്ഥരാണ് അല്ലേ. മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുകയില്ല. കുശുമ്പും കുന്നായ്മയും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മൾ അതൊന്നും തോന്നാതെ നന്മയെ ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ കൂടെ സന്തോഷിക്കുകയും ദുഃഖിക്കുമ്പോൾ അവൻ്റെ കൂടെ ദുഃഖിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാച്ച് റിപ്പയർ അവനെ ദൈവം അനുഗ്രഹിച്ചത് കണ്ണുകടി മൂലം അവനിങ്ങനെ ഒരു വരം ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ഞാൻ അവന് കൊടുക്കും എന്ന് പറഞ്ഞു. അന്നേരമാണ് അവന് വരം കൊടുത്തത്. എൻ്റെ 2 കണ്ണും ഉണ്ട്, 2 കണ്ണിൽ ഒരു കണ്ണിനെ അന്ധയാക്കണേന്ന്. അപ്പം മറ്റവൻ്റെ 2 കണ്ണും അന്ധയാവും. അതാണ് ഇതിനകത്തെ സാരാംശം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ക്രുക്കഡ് വേയിലാണ് ചിന്തിക്കുന്നത്. അത് പാടില്ല. നല്ല രീതിയിൽ സംസാരിക്കുക, അധർമ്മം ചെയ്യാതിരിക്കുക, ധർമ്മം ചെയ്യുക, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നാം സന്തോഷിക്കുക, മറ്റുള്ള ദുഃഖത്തിൽ നാം പങ്കുവരുകയും ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ ഒരുത്തൻ അതപ്പതിപ്പിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്.